ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 101. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 42. ഇതിലെ ദേവത പുഷാവാണ്. പുഷാവ് എന്ന് പറയുമ്പോൾ സൂര്യൻ എന്നും പേരുണ്ട്. അതായത് സൂര്യനിലൂടെയാണ് കാലം ഈ ലോകത്തെ മുന്നോട്ടേക്കും നമ്മളെയെല്ലാം മുന്നോട്ടേക്കും ലോക ചരിത്രത്തെ മുന്നോട്ടേക്കും എല്ലാം നയിക്കുന്നത്. കാരണം ഒരു പ്ലാൻ അനുസരിച്ചാണ് ലോക സൃഷ്ടി നടക്കുന്നത്. ഹൃദയകം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീതിലൂടെ അവസാനം ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ലോകം മുഴുവൻ ഒരു കുടുംബം, ഒരു തറവാട് പോലെ. അതിപ്പം ഘട്ടം ഘട്ടമായി ഓരോ ഘട്ടത്തിലൂടെയാണ് കടന്ന് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അതിനെ നയിക്കുന്നതിനൊരു പ്ലാനുണ്ട്. ആ പ്ലാന് സൗരയുദ്ധത്തിൻ്റെ ടൈമുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം കാലമാണ് നമ്മൾ മുന്നോട്ടേക്ക് നയിക്കുന്നത്, സൂര്യനാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത്. ആ സൂര്യനെ, കാലത്തെയാണ് ഇവിടെ ദേവത പുഷാവായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം നമുക്കൊന്നിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42-1. ഋഷി കണ്വൻ, ദേവത പൂഷാവ്, ഛന്ദസ് ഗായത്രി. സംഭൂഷന്നധ്വനസ്ഥിര ബ്രഹ്മോ വിമുചോ നപാദ് സക്ഷ്വാദേവ പ്രണസ്ഫുരഃ. പൂഷാവ് ഞങ്ങളുടെ ദുഃഖങ്ങളുടെ മറുകര എത്തിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. പൂഷാവ് ഞങ്ങളുടെ മുൻഗാമി ആണ്. ഒന്നിലെന്താണ് പറയുന്നത്? പുഷാവ് നമ്മളെ ദുഃഖങ്ങളുടെ മറുകടയിൽ കടത്തണം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം കാലമാണ് പരിവർത്തനത്തിലൂടെ, പുരോഗതിയിലൂടെ നയിച്ചിട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത്. കാരണം പുരോഗമിക്കുന്തോറും നമ്മളുടെ ദുഃഖങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പണ്ട് ഗോത്രകാലഘട്ടത്തിൽ മനുഷ്യർ അടിമകളെ പോലെയാണ് ജീവിച്ചിരുന്നത്. അന്നുള്ള ദുഃഖം പിന്നെ കൊളോണിയലിസം വന്നപ്പോൾ, ഹൃദയകം കഴിഞ്ഞ് ത്രേതായുഗം വന്നപ്പോൾ വിദേശികൾ വന്നു. അതിലൂടെ കുറേ പുരോഗതികൾ, വിദ്യാഭ്യാസപരമായ ഉന്നതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നും ദുഃഖം വേറൊരു തരത്തിലുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അതിനെ തട്ടിമാറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ശാസ്ത്രം പുരോഗമിച്ചിട്ട് അതിൻ്റെ ഫലമായിട്ട് കുറേ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പം ദുഃഖങ്ങൾ പരിഹരിക്കുന്നത് കാലത്തിൻ്റെ പുരോഗതിക്കനുസരിച്ചാണ്. അത് പുഷാവാണ്. ഇപ്പം ദുഃഖങ്ങളുടെ മറുകര കടത്തണേ. എപ്പോഴാണ് മറുകര കടക്കുക? അവസാനം എത്തുമ്പോൾ, ലോകത്തിൻ്റെ അവസാനം എത്തുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ നശിപ്പിക്കണം. പാപങ്ങൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പാപം എന്നത് നമ്മുടെ കഷ്ടപ്പാടും ദുഃഖം എല്ലാത്തിനെയാണ് പാപം എന്ന് പറയുന്നത്. നമ്മൾ പാപികൾ എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ ദുഃഖമെല്ലാം ഉണ്ടാകുമ്പോൾ അത് മറികടക്കുമ്പോൾ സുഖം. അപ്പം നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ കാലം കഴിയുന്നതനുസരിച്ച് ലോകത്തിൻ്റെ പൊതുവേ ഉന്നതി ഉണ്ടാകുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ എല്ലാ പുരോഗതികളും ഉണ്ട്. അതിലൂടെ നമ്മുടെ പാപങ്ങൾ കുറേയെല്ലാം മാറിപ്പോകുന്നുണ്ട്. പണ്ട് നമ്മൾ കുറേ നടന്നു പോകണമായിരുന്നു. അത് വലിയൊരു പാപം തന്നെയാണ്. പക്ഷെ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, വാഹനങ്ങളുണ്ട്. അപ്പം അതെല്ലാം കാലം നമുക്ക് പാപങ്ങളെ കുറച്ച് തരുന്നുണ്ട്. അവസാനം ഒരു സുന്ദരമായ ലോകത്തിൽ എത്തും. കാലമാണ് നയിക്കുന്നത്. അതിന് നീ ഞങ്ങളുടെ മുൻഗാമിയാകണമെന്ന്. നീയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. നമ്മളെ നയിക്കുന്നത് അത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാലത്തിൻ്റെ അനുസരിച്ച് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതങ്ങനെ പോകുക, അല്ലാതെ നമ്മളും അല്ല. നമ്മളെ തന്നെ അതാണ് തള്ളിക്കൊണ്ട് പോകുന്നത്. നമ്മളെ ചരിത്രത്തെയും തള്ളിക്കൊണ്ട് പോകുന്നത് പുഷാവുന്ന കാലമാണ്, അല്ലെങ്കിൽ സൂര്യനാണ്. ഇനി രണ്ടിലും. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42-2. യോന പൂഷന്നഖോ വൃഗോ ദുശേവ ആദിദേശതി അപസ്മതം പഥോ ജഹി. ഞങ്ങളുടെ മേൽ ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ഹിംസകന്മാരെയും ചൂതുകളിക്കാരെയും ഞങ്ങളിൽ നിന്ന് അകറ്റണം എന്ന്
പൂഷാവിനോട് അഭ്യർത്ഥിക്കുന്നു. രണ്ടിൽ പറയുന്നത് ഹിംസകരും ചൂതുകളിക്കാരും നമ്മുടെ മേലെ ഭരണം നടത്തുവാൻ ശ്രമിക്കുന്നു. ആദ്യം ഹിംസകരായിരുന്നു. ഏത് ഗോത്ര കാലഘട്ടത്തിൽ കൂടുതൽ ഹിംസയായിരുന്നു. എന്താ ചെയ്യുക? ഗോത്ര കാലഘട്ടത്തിൽ അന്ന് തിന്നാനൊന്നുമില്ല. അപ്പോൾ ഒരു ഗോത്രക്കാർ അവർ പ്രബലരാണെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയിട്ട് അവന്മാരുടെ സ്വത്തെല്ലാം അവന്മാരെയെല്ലാം കീഴടക്കി സ്വത്ത് കൈക്കലാക്കി, സ്ത്രീകളെ കൈക്കലാക്കി, ആരോഗ്യമുള്ള പുരുഷന്മാരെ അടിമകളാക്കി ജോലി ചെയ്യിപ്പിച്ച് വേണ്ടാത്തവരെ കൊന്ന് ഇങ്ങനെയല്ലായിരുന്നു പോകുന്നത്. അതൊരു ഹിംസാത്മകമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. മുന്നോട്ടേക്ക് പോകുന്നതോറും അടിമ വ്യവസ്ഥയെല്ലാം മാറുന്നതനുസരിച്ച്. പക്ഷെ അതേസമയം ചൂതുകളിക്കാരാണ്. പക്ഷെ പിന്നെ ചൂതുകളിയിലേക്കാണ്. ചൂതുകളി എന്ന് പറഞ്ഞാൽ നമ്മളെ കാലഘട്ടമാണ് പ്രധാനം. ചൂതുകളി എന്ന് പറഞ്ഞാൽ പണം. ചൂതുകളിയിലെ പ്രത്യേകത എന്താണ്? അന്യൻ്റെ പണം മാത്രമല്ല, എന്തും വെച്ച് ചൂത് കളിക്കാന്നാണ്. അന്യൻ്റെ എന്തെങ്കിലും നല്ല സാധനങ്ങളുണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും കള്ളക്കളികളിലൂടെ അടിച്ചു മാറ്റുക. അതായത് മറ്റുള്ളവരുടെ അടുത്തുള്ള സാധനം നമ്മളെ കൈമിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഒരു ലോട്ടറി ആകട്ടെ, അത് ചൂതുകളിയാണ്. ഇപ്പം 1000 പേരുണ്ട് നാട്ടിൽ നിന്ന് വെച്ചോ. 1 രൂപേൻ്റെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു. അപ്പം 1000 പേര് എടുത്തെന്ന് വെച്ചോ. അപ്പോൾ 1000 റുപ്യ. എന്നിട്ട് ഒരുത്തന് 100 റുപ്യ കൊടുക്കും ആ ലോട്ടറി അടിക്കുന്നവന്. അപ്പോൾ 1 റുപ്യ കിട്ടിയാൽ 100 റുപ്യ കിട്ടി. ബാക്കി 900 ഇവനടിച്ചു മാറ്റി ലോട്ടറി നടത്തുന്നത്. ഇതാണ് ചൂതുകളി. വലിയ അധ്വാനിക്കൊന്നും വേണ്ട, എളുപ്പ പരിപാടികൾ. നമ്മൾ എല്ലാറ്റിലും ഇങ്ങനെ പണം. അപ്പോൾ എന്ത് പറ്റുന്നത്? ഭൂരിപക്ഷത്തിൻ്റെ പണം കുറച്ചെടുക്കുമ്പോൾ അവർക്ക് അറിയില്ല. പക്ഷെ എല്ലാം ചിലവരുടെ കൈമേൽ. ഇപ്പം അതാണ് ആട് മാഞ്ചിയം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പേരിറങ്ങി. മണി ചെയിൻ കുറച്ച് പേരെ കൈമേലേക്ക് പൈസ എത്തുന്ന വിദ്യ. എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് നാളെ കിട്ടുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. 1000 പേരിൽ ഒരാൾക്കേ കിട്ടുള്ളൂ. അത് തന്നെ എത്രയേ കിട്ടുള്ളൂ? മുഴുവനൊന്നും കൊടുക്കില്ല. നേരത്തെ പറഞ്ഞില്ല, 1000 പേരിൽ ഓരോ രൂപ എടുത്താൽ 1000 റുപ്യ കിട്ടണ്ടേ? 1000 കൊടുക്കില്ല. 100 കൊടുത്തിട്ട് ഇപ്പോൾ 1 ഇറക്കിയിട്ട് 100 കിട്ടിയാണെങ്കിൽ വലിയ ആകെ. പക്ഷെ അതേസമയം 900 അവൻ്റെ കൈമ്പോൾ പോവുക. അങ്ങനെ ഓരോരിട്ടി അടിക്കുമ്പോൾ ജനത്തിൻ്റെ കൈമിൽ പൈസ ഇല്ലാതെ വരും. അതാണ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നതിന് കാരണം. അതാണ് ഇങ്ങനെയുള്ള ചൂതുകളിയാണ്. നമ്മൾ ഈ ലാഭമുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ചൂതുകളി തന്നെയാണ്. കാരണം നമ്മൾ 10 റുപ്യ ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു തേങ്ങ കൊടുത്തിട്ട് നമ്മൾ 10 റുപ്യ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടുമ്പോൾ 10 റുപ്യ ആർക്ക് നഷ്ടപ്പെടുന്നുണ്ട്? മറ്റവന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാ കച്ചവടങ്ങളും ലാഭമെടുത്തിട്ടാണ്. അപ്പം ലാഭമെടുക്കുമ്പോൾ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങുന്ന എല്ലാത്തിലും 1% ലാഭമാണ്. അത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഉപ്പ് വാങ്ങിയാലും മുളക്, ഒരു ദിവസം ഉപ്പ് വേണം, മുളക് വേണം, തേങ്ങ വേണം, ചക്കര വേണം, പഞ്ചസാര വേണം. ഇങ്ങനെ എല്ലാ വസ്തുക്കളിൽ നിന്നും ഒരു 10% ലാഭവീതം എന്ന് ചിന്തിച്ചാൽ തന്നെ 10ഒന്നുമല്ല. അതിലെന്താ പറ്റുന്നത്? നമ്മളെ കയ്യിൽ നിന്ന് ഓരോന്നും 10% വെച്ചിട്ട് മിനിമം പണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 100 റുപ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അടുത്ത വർഷം 110 കൊടുക്കണമെന്ന് മെതിച്ചോളും. നമ്മളെ കയ്യിൽ നിന്ന് 10 രൂപ നഷ്ടപ്പെടുകയാണ്. അടുത്ത വർഷമാകുമ്പോഴേക്ക് നമ്മളെ കൈമേലുള്ള ഒരു 10 റുപ്യയും കൂടി അധികം പോവുകയാണ്. അപ്പോൾ ഏത് കച്ചവടത്തിലും നമ്മളെ കൈയിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം ജനങ്ങളുടെ കൈയിൽ നിന്നും പൈസ പോയിക്കൊണ്ട്, അതുകൊണ്ടാണ് ഈ അന്തരം ഇങ്ങനെ കൂടി വരുന്നത്. ചൂതുകളി. എന്നാൽ വേദം വിഭാവനം ചെയ്യുന്ന അവസാനം, ലോകാവസാനം എന്താണ്? ചൂതുകളിയില്ല. അതാണ് മഹാഭാരത യുദ്ധം ചൂതുകളിക്കെതിരായിട്ടാണ്. പാണ്ഡവരവസാനം എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് 3-ാം ലോക മഹാഭാരത യുദ്ധം നടക്കുന്നത്. പണം
കള്ളക്കളികളിലൂടെ. എന്നാൽ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം അവരുടെ കൈമേലുള്ളത് കൊണ്ട് അവർ നേരിട്ട് ഏറ്റുമുട്ടില്ല. ബ്രഹ്മാസ്ത്രം കയ്യിലുള്ളതുകൊണ്ട്. ഇന്ന് ന്യൂക്ലിയർ ബോംബാണ് കൈമേലുള്ളത്. ന്യൂക്ലിയർ ബോംബ് തന്നെ ബ്രഹ്മാസ്ത്രം. അപ്പോൾ മറ്റുള്ളവരെ പിടിച്ചിട്ടാണ് ഇന്ന് മുന്നിലിട്ടിട്ടാണ് കളിക്കുന്നത്. മെയിൻ ആൾക്കാർ കളിക്കില്ല. പക്ഷേ ലോകം രണ്ട് ധ്രുവമായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പക്ഷേ മുമ്പിലിട്ട് കളിക്കുന്നത് ഇങ്ങനെ ചില ശിഖണ്ഡികളെ മുന്നിട്ടിട്ടാണ് മഹാഭാരതത്തിൽ കളി നടത്തിയിരുന്നത്. ചൂതുകളിയിൽ നിന്ന് ഉത്ഭവിച്ച് നല്ല നീതിമാന്മാരായവരെല്ലാം കാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. ചൂതുകളിക്കാർ രക്ഷപ്പെടുന്നു. അവസാനം ആ യുദ്ധത്തില് രണ്ട് ധ്രുവമാകുന്നു. രണ്ട് പക്ഷത്തും ബ്രഹ്മാസ്ത്രമുണ്ട്, ന്യൂക്ലിയർ ബോംബുണ്ട്. ഏറ്റുമുട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ശിഖണ്ഡികളെ മുന്നിട്ട് നിർത്തി കളിക്കുന്നു. ആ യുദ്ധവും തന്നെ ശുദ്ധമായ കള്ളക്കളിയാണ്. കള്ളപ്രസ്താവനകളെല്ലാം എടുത്തിട്ട് കള്ളത്രാണ് അടിച്ചു വിട്ടിട്ട് പലതരത്തിൽ. നമ്മൾ ഇന്ന് നോക്കിയാൽ കാണാം, മാധ്യമങ്ങളിലൂടെ അടിച്ചു വിടുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ വായിക്ക് തോന്നി അടിക്കുകയാണ്. ഒരു യുദ്ധത്തിലും ഒരു അതിൻ്റെതായ ഒരു ഗൗരവമില്ലാതെ പിള്ളറ കളിമാരിയുള്ള കളികളാണ് നടത്തുന്നത്. കള്ളപ്രസ്താവനകൾ അടിക്കുക നമ്മൾ കാണുന്നതാണ്. ഞാനിത് എന്തിനോണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ആ മഹാഭാരത യുദ്ധത്തിന്റെ പ്രത്യേകത പറയുകയാണ്. അപ്പൊ അതിനെ നയിക്കുന്നത് കാലമാകുന്ന കൃഷ്ണനാണ്. ആ കാലമാകുന്ന കൃഷ്ണൻ തന്നെയാണ് ഇവിടെ എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, പുഷാവായിട്ട് പറഞ്ഞിരിക്കുന്നത്. സൂര്യനാണ് നമ്മുടെ കാലമാണ് നമ്മളെ നയിക്കുന്നത്. കൃഷ്ണൻ അവിടെ ഞാൻ കാലമാകുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കാലമാണ് നയിക്കുന്നത്, കള്ളക്കളിയിലൂടെയാണ് നയിക്കുന്നത്. ആ സാമ്യതയെല്ലാം നോക്കൂ. പിന്നെ കൗരവര് യുദ്ധത്തിൽ എല്ലാവരെയും കൊന്നു തള്ളുകയാണ്. അപ്പോൾ അർജുനനും കൊന്നു തള്ളാൻ നോക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, നീ ആരെയും തള്ളുന്ന ജനങ്ങളെയോ? കൃഷ്ണൻ അത് സഹിക്കുന്നില്ല, കാലത്തിനത് സഹിക്കുന്നില്ല. എന്തിനീ ജനങ്ങളെ കൊല്ലേണ്ടത് ആ പ്രധാനപ്പെട്ട കക്ഷികളെയാണ് കൊല്ലേണ്ടത്. ആരെ? ഭീഷ്മരെയല്ല. അത് ഒന്നാം തീർന്നു. അല്ലാതെ ഈ ജനങ്ങളെ തട്ടി. അപ്പൊ ഇവിടെയും ആ രണ്ട് പക്ഷത്തിലും ഒരു പക്ഷത്തില് പക്ഷേ ഭീഷ്മര ഭാഗത്ത് ആ ചിന്താഗതിയൊന്നുമില്ല. എല്ലാവരും അടിച്ചങ്ങ് പട്ടാളക്കാരെല്ലാം നിരത്തി കൊല്ലുകയാണെന്ന് പറഞ്ഞാൽ ജനവും എല്ലാം ചാകുന്നു. ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അർജുനൻ കൊല്ലാൻ പോകുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ അത് ചെയ്യരുത്. നീ എന്തെല്ലാം ആരെയും കൊന്നു നടക്കുന്നു? നീ യഥാർത്ഥ ശത്രുവിനെ മാത്രം കൊല്ലും. ആ ഒരു സ്വഭാവമെല്ലാം നമ്മൾ ഇന്നത്തെ ലോകമഹായുദ്ധത്തിൽ, മൂന്നാം ലോകമഹായുദ്ധത്തിൽ കാണും. അത് തുടങ്ങിയില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അത് അവരവരെ തീരുമാനിക്കും. ഇന്നത്തെ മൂന്നാം ലോകമഹായുദ്ധത്തിൽ അതുമെല്ലാം നമ്മൾ കാണും. അപ്പൊ ഇത് കാലം പറയുന്ന കാര്യങ്ങള് ഇതിലെല്ലാം ഏകദേശം ചേർത്ത് വെച്ച് വരുന്നുണ്ട്. പിന്നെയുള്ളത് എന്താണ്? കള്ളക്കളികളാണ്. ആ യുദ്ധത്തിന്റെ എല്ലാം ഒരു ഗൗരവമില്ല ഇന്ന്. കള്ളക്കളികളിലൂടെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഏറ്റുമുട്ടുമ്പോൾ ആ ഒരു ഗൗരവമെല്ലാം വെച്ചിട്ട് കൊണ്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു നടന്നത്. ഇന്നുള്ളതോ വളഞ്ഞിട്ട് കൊള്ളുന്നുണ്ട്. വളഞ്ഞിട്ടിട്ടാണ് ആക്രമിക്കുന്നത്. ആ യുദ്ധത്തിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ മതി. ചക്രവ്യൂഹം തീർത്തുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത്. അതല്ല, യുദ്ധത്തിന്റെ ഗതികൾ നോക്കുമ്പോൾ ആ മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ചൂതുകളി ലോകം അവസാനിപ്പിക്കണം. അതിലൂടെയാണ് പുതിയൊരു ലോകക്രമം ഉണ്ടാക്കി വരിക.
അപ്പൊ എന്തു പറയാണ് ഹിംസകര്? അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഹിംസയിലാണ് പ്രാധാന്യം, പിന്നെ മുതൽ ചൂതുകളിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ചൂതുകളി എപ്പം തുടങ്ങിയിട്ടുണ്ട്? വിദേശികൾ വന്ന ആ സമയം മുതൽ, കൊളോണിയലിസം മുതൽ തന്നെ ഈ ചൂതുകളി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുകയാണ്. അവർ നമ്മളെ ഭരിക്കാൻ ഇടവരുത്തരുതേ, അതായത് അവരുടെ ഭരണത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കണേ, അവരെ ഞങ്ങളിൽ നിന്നും അകറ്റിക്കളയണേ. അതായത് ചൂതുകളി നടത്തുന്നവരെ ഞങ്ങളിൽ നിന്നും അകറ്റിക്കണം. അത് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ആ ഭരണ സംവിധാനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, ആ സംവിധാനത്തിൽ നിന്നും നമ്മളെ മാറ്റിക്കളയണമേ. ഇനി നമുക്ക് 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42 3. അപത്യം പരിബന്ധിനം മുഷീവാണം ഹുരശ്ചിതം ദൂരമധി സുതേതരജാം. ഞങ്ങളുടെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നവരെയും കൊള്ളക്കാരെയും കുടിലന്മാരായ ശത്രുക്കളെയും മാറ്റിത്തരയണമേ. അതിന് മാർഗതടസ്സം സൃഷ്ടിക്കുന്നവരെയും. അപ്പൊ അങ്ങനെ നമ്മൾ നീങ്ങുമ്പോൾ അതിന് പലവരും മാർഗതടസ്സങ്ങൾ നിൽക്കും. അത്ര എളുപ്പത്തിലൊന്നും അത് നീങ്ങില്ല. കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ കൊള്ള ചെയ്തിട്ട് പണം നേടാൻ ശ്രമിക്കുക. ഇന്ന് ലോകത്തിൽ കൊള്ള നമ്മൾ കാണുന്നില്ലേ? ഒന്നും വേണ്ട, കടലിൽ തന്നെ കപ്പൽ പോകുമ്പോൾ കടൽ കൊള്ളക്കാരെ അടിച്ചെടുത്ത് മാറ്റുന്ന എവിടെയല്ലേ? ഇതെല്ലാം നമ്മളെ പത്രങ്ങളിൽ നോക്കിയാൽ മതി. കൊള്ളക്കാർ തന്നെയാണ് ഇന്ന് ലോകത്തിൽ പല സംഭവങ്ങൾക്ക് പിന്നിലും കൊള്ളക്കാർ തന്നെയാണുള്ളത്. കൊള്ള തന്നെയാണ് ചെയ്യുന്നത്. കുടിലന്മാർ എന്തെല്ലാം കുടിലതന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചിന്തിച്ചു നോക്കി. ഈ പറയുന്നതെല്ലാം ഇന്നും നിലനിൽക്കുന്ന സംഭവങ്ങളല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൊള്ളക്കാര് കുടിലതന്ത്രങ്ങൾ ഉപയോഗിച്ച് അന്യന്റെ നല്ല വസ്തുക്കൾ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഇതിൽ ഭാഗവാക്കാണ്. എല്ലാവരും അറിഞ്ഞോ അറിയാതെയും ഇതിലെല്ലാം കുറച്ച് അതിന്റെ അംശത്തിൽ വ്യത്യാസമുണ്ട്. സാഹചര്യം കിട്ടിയാണ്ട് പലവരും ഇതിന്റെ പിന്നാലെ ചാടുന്നുണ്ട്. എന്നിട്ട് ശത്രുക്കളെയും, പിന്നെ ശത്രുതയെയും നാട്ടിലുള്ളൂ. പരസ്പരം ശത്രുതകൾ. ഒരു രാജ്യത്തിൽ എന്തിനാണ് ജനങ്ങൾ തമ്മിൽ ശത്രുതകൾ? പക്ഷേ കാലം വിഭാവന ചെയ്യുന്ന ലോകം ഏതാണ്? ഒരു വസുദൈവ കുടുംബം. ഒരു കുടുംബത്തിൽ അങ്ങനെ ശത്രുതയൊന്നുമില്ല. എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങനെ ആണെങ്കിൽ ശത്രുത കുറയും. ശത്രുതയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. വീട്ടുകാർ തമ്മിൽ എന്തിനാണ് ശത്രുത? അതും ആ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ദൂഷ്യവശങ്ങൾ കുടുംബത്തിലും കാണും. അതിൻ്റെ ഫലമായിട്ടുള്ള ശത്രുതയുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണെങ്കിൽ കുടുംബത്തിലും അത് പ്രതിഫലിക്കും. അപ്പം കുടുംബത്തിൽ എന്തെങ്കിലും ദൂഷ്യത്തിൽ ഇതേമാതിരി ശത്രുത കാണുന്നുണ്ടെങ്കിൽ അതിലും സാമ്പത്തിക വശങ്ങളിൽ പുറത്തുള്ള ആ വ്യവസ്ഥിതിയുടെ ദൂഷ്യങ്ങൾ അവിടെ കാണും. അപ്പൊ ഞങ്ങളുടെ വഴികളിൽ നിന്നും മാറ്റിക്കളയണേ. അപ്പൊ ഇങ്ങനെയുള്ള കള്ളന്മാരെയും കുടിലന്മാരെയും ശത്രുക്കളെയും എല്ലാം നമ്മുടെ വഴിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സുന്ദരമായ ലോകം നമുക്ക് ഉണ്ടാക്കി തരണേ. പിന്നെ 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42 4. ത്വം തസ്യ ദ്വയാവിനോ കശംസസ്യ കസ്യചേത് പദാഭിതിഷ്ഠ തപുഷിം. പാപങ്ങൾക്ക് വളർച്ച നൽകുന്ന ദുഷ്ടന്മാരെ തൻ്റെ പാദങ്ങൾ കൊണ്ട് മെതിക്കാൻ പൂഷാവിനോട് അഭ്യർത്ഥിക്കുന്നു. പാപങ്ങൾക്ക് കാരണമാക്കുന്ന ദുഷ്ടന്മാരെ നീ പാദത്താൽ ചവിട്ടി അമർത്തണമേ. കാലമാകുന്ന പാദം കൊണ്ട് പാപികളാക്കുന്ന, നമ്മളെ പാപികളാക്കുന്നതിന് കഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പാപികൾ എന്ന് പറയുന്നത്. കഷ്ടം ഉണ്ടാകുമ്പോൾ പറയുക ഞാനെന്തോ പാപം ചെയ്തിട്ടുണ്ട്. അപ്പൊ പാപത്തിന്റെ കഷ്ടപ്പാടിന്റെ അവസ്ഥക്കാണ് പാപം എന്ന് പറയുന്നത്. അതിന് കാരണക്കാരായ ദുഷ്ടന്മാരെ നീ ചവിട്ടി അമർക്കണേ. നമ്മളെ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം ദുഷ്ടന്മാരുണ്ട് ഇതേമാതിരി.
ആ ദുഷ്ടന്മാരെ ഇല്ലാതാക്കണേ. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42-5. ആ തത്തേ ദസ്ര മന്ദുമ പൂഷന്നവോ വൃണീമഹേ ഏന പിതൃന ചോദയാം. സംരക്ഷണത്തിനായി ഞങ്ങൾ പൂഷാവിനെ സ്തുതിക്കുന്നു. ആ രക്ഷ തന്നെ ഞങ്ങളുടെ പൂർവ പിതാക്കളെയും രക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതായത് കാലം വിചാരിച്ചാലേ ഈ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ പൂർവികരെയും നീ രക്ഷിച്ചിരുന്നുവല്ലോ. നമ്മുടെ പൂർവികരെ നീ രക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ ഇന്ന് നമ്മളെയും രക്ഷിക്കണം. അപ്പം നമ്മളെ രക്ഷിക്കുന്ന ആരാണ്? കാലമാണ്. കാലം 4ആയി തിരിച്ചിട്ടുണ്ട്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആദ്യ കാലഘട്ടത്തിലെ ഗോത്ര കാലഘട്ടത്തിലെ അല്ലെങ്കിൽ കൃതയുഗത്തിലെ മനുഷ്യര് അന്ന് ഭക്ഷ്യ തിന്നാനൊന്നുമില്ല. അപ്പം ഗോത്രങ്ങള് ശക്തിയുള്ളവൻ അന്യദേശത്തിൽ പോയിട്ട് അവിടെയുള്ള ഗോത്രക്കാരെയെല്ലാം കീഴടക്കിയിട്ട് അവരെ സ്വത്തുക്കളെല്ലാം അടിച്ചെടുക്കും, സ്ത്രീകളെയെല്ലാം കൈക്കലാക്കും, ആരോഗ്യമുള്ള പുരുഷന്മാരെ കൊണ്ട് അടിമയാക്കും, ബാക്കിയുള്ളവരെല്ലാം കൊന്നുകളയും. ഈ കാലഘട്ടമാണ്. ആ കാലഘട്ടം ദുഷിച്ചപ്പോൾ പരശുരാമൻ എന്ന കാലം വന്നിട്ട് പരശുരാമനാകുന്ന കാലശക്തി, അതിനെയാണ് കുഷാവ് എന്ന് പറയുന്നത്, അതിനെ തച്ചുടച്ചിട്ട് ആ ജനങ്ങളെ രക്ഷിച്ചു. കാലം തന്നെയാണ് രക്ഷിച്ചിട്ട് അടുത്ത യുഗത്തിലേക്ക് പോയി. വിദേശികൾ വന്ന് കൊളോണിയലിസം വന്ന് വിദേശികൾ വന്നപ്പോൾ വിദ്യാഭ്യാസം ലോകം മുഴുവൻ ഒന്നായി. അത് നല്ലൊരു കാര്യമാണ്. വിദ്യാഭ്യാസം പ്രചരിച്ചു, വ്യാവസായിക വിപ്ലവം ഉണ്ടായി. പക്ഷേ അതിൻ്റെ കൂടെ വിദേശികൾ വന്ന് നമ്മുടെ സൗഭാഗ്യങ്ങൾ അടിച്ച് അവിടത്തേക്ക് കൊണ്ടുപോയി. വിദേശി എന്നത് ലങ്കയായിട്ട് ചിത്രീകരിച്ചു, രാവണനായിട്ട് ചിത്രീകരിച്ചു. ഈ കൊള്ളയടിച്ച് നമ്മൾ കൊള്ളക്ക് വിധേയമാവുന്ന രാഷ്ട്രത്തെ രാമനായിട്ട് ചിത്രീകരിച്ചു. ആ രാമനും കൊളോണിയലിസവുമായിട്ട് രാവണനുമായിട്ട് രാമൻ്റെ സൗഭാഗ്യത്തെ അടിച്ചു. അതായത് നമ്മുടെ രാജ്യത്തെ സൗഭാഗ്യം വിദേശികൾ അടിച്ചു കൊണ്ടുപോയി. രാമരാവണ യുദ്ധത്തിലൂടെ കാലം, അതാണ് കുഷാവ് അന്ന്, കാലമെന്ന്, സൂര്യനെന്ന്. അതിൻ്റെ ദൂഷ്യവശം കൂടിയപ്പോൾ നല്ല വശമുണ്ട്. ലോകം ഒന്നായിട്ടുണ്ട്, വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ട്, ശാസ്ത്രം പുരോഗമിച്ചിട്ട് ലോകം അങ്ങ് ഡെവലപ്പായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ദൂഷ്യവശത്തെ അടിച്ചു കളഞ്ഞു. പിന്നെയാണ് പ്രധാന ചൂതുകളിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് പോകുന്നത്. അതാണ് ചൂതുകളിയുടെ യുഗം. അതാണ് 3-ാം ലോകമഹായുദ്ധം. പ്രളയത്തിന് മുമ്പിലുള്ള അവസാനത്തെ യുദ്ധം. 2 യുദ്ധങ്ങളും നമ്മൾ കണ്ടു: 2-ാം ലോകമഹായുദ്ധവും 1-ാം ലോകമഹായുദ്ധവും. 3-ാമത്തെ ലോകമഹായുദ്ധം ചൂതുകളിയുടേതാണ്. ന്യൂക്ലിയർ ബോംബുള്ളത് കൊണ്ട്, ബ്രഹ്മാസ്ത്രമുള്ളത് കൊണ്ട്, ആരംഭിച്ചുകൊണ്ട് ശിഖണ്ഡികളെ വെച്ച് മുൻനിർത്തി കളിക്കുന്ന കള്ള യുദ്ധങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതാണ്. ഇവിടുത്തെ പ്രധാനം ചൂതുകളിയാണ്. പണം എങ്ങനെയെങ്കിലും മറ്റുള്ള പണമെല്ലാം നമ്മളെ കൈവിലെത്തുക. അപ്പോൾ അതാണ് 3-ാം ലോകമഹായുദ്ധം, മഹാഭാരത യുദ്ധം. അപ്പം അതിനെ ഇവിടെ എന്താ പറയുന്നത്? നീ ഞങ്ങളെ പൂർവികരെ രക്ഷിച്ചതുപോലെ 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലും, അല്ലെ യുദ്ധത്തിലും പരശുരാമ യുദ്ധത്തിലും രാമരാവണ യുദ്ധത്തിലൂടെയും നമ്മുടെ പൂർവികരെ രക്ഷിച്ച പോലെ നമ്മളെയും രക്ഷിച്ച് ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം, എല്ലാവരും ലോകത്തിലെ ഒരു അംഗത്തെ പോലെ ജീവിക്കുന്നു. അവിടെ പറയുന്നത് എന്താണ്? ഇപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തെ ഒരു ഭരണാധികാരി മുകളിലിരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ ഭരിക്കാൻ നോക്കണ്ട. മൾട്ടി പോളാർ സിസ്റ്റം, അതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ രാജ്യങ്ങൾ, അവരവരുടെ കാര്യം നോക്കി നടത്തുക. അവരവര് കാര്യങ്ങൾ അവരവർ നോക്കി നടക്കുക. എന്താ പറ്റില്ല, പറ്റും.
ഉപരോധങ്ങളുള്ള എത്രയോ രാജ്യങ്ങൾ സ്വയം കാലിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് റഷ്യക്കെതിരായിട്ട് എത്രയോ ഉപരോധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റഷ്യനെല്ലാം വിട്ട് ഏറ്റവും അധികം നമ്മുടെ മുമ്പിലുള്ള ഇറാൻ കിടക്കുന്നത്. ഇറാൻ എന്തെല്ലാം ഉപരോധം ഉണ്ടായിരുന്നു, ലോകം മുഴുവനെതിരായിരുന്നു. എന്നിട്ട് അവരെ പിടിച്ചു നിന്നിട്ട് അവരുടെ ശക്തി ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ അവസ്ഥയിലും അവരെ പിടിച്ചു വെക്കുന്നുണ്ട്. ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു രാജ്യമാണ് വടക്കൻ കൊറിയ. അവരും അവരെ കാലിൽ നിൽക്കുകയാണ്. മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ അവർ ജീവിക്കുകയാണ്. അപ്പൊ നമുക്കെന്താ പറ്റില്ല? നമുക്കും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിവിടെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നും ബുദ്ധി വിദേശത്തെ ഉള്ളൊന്നും ധരിക്കണ്ട. ഇവിടെ പഠിച്ച് നല്ല ജ്ഞാനമുള്ളവരാണ് വിദേശത്തെല്ലാം ഇരിക്കുന്ന ഉയർന്ന പോസ്റ്റുകളിലെല്ലാം ഇരിക്കുന്നത് ഭാരതത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം എല്ലായിടത്തും ഉണ്ട്. അവരവർ വിചാരിച്ചാൽ തന്നെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇനി പോകേണ്ടത്. ബ്രിട്ടൻ തന്നെ ബ്രിട്ടൻ അല്ല, ഇംഗ്ലണ്ട്, ട്രംപ് എന്താ പറയുന്നത് ഇപ്പോൾ? മറ്റുള്ളവരുടെ സാധനമൊന്നും വേണ്ട, എല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. ആ അവസ്ഥയിലേക്ക് ആരെ സാധനവും വേണ്ട, നമ്മളെ ഉണ്ടാക്കണം എന്നുള്ള നിലയിലേക്ക് അമേരിക്ക പോലും പോയി. ഈ ലോകം മുഴുവൻ ആഗോളവൽക്കരണത്തിന് തിരിച്ച അമേരിക്ക ഹിന്ദു സ്വയം പറയുന്ന അപ്പരിപാടിയൊന്നും വേണ്ട, നമുക്കിതെല്ലാം നിർത്താം, നമുക്ക് നമ്മളതായിട്ട് വെക്കാം. അപ്പോൾ ഓരോ രാജ്യവും അവരവരുടെ കാലിൽ നിൽക്കുമ്പോൾ ആരും ആരെയും ഭരിക്കാൻ പോകുന്നില്ല. ഒരു കുടുംബമായി ലോകം മാറും. കാലം അവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് വസുദേവ കുടുംബം. ഇനി ആറാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42 6. അഥനോ വിശ്വസൗഭഗ ഹിരണ്യവാശീമത്തമാ ധനാനി സുഷണാകൃതി. പരമ സൗഭാഗ്യശാലിയും സ്വർണ രഥത്തോട് കൂടിയവനുമായ പൂഷാവ് ഞങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള ശക്തി നൽകുന്നു. എന്നിട്ട് ആറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സൗഭാഗ്യങ്ങളും തികഞ്ഞവനും സ്വർണരഥത്തിൽ സഞ്ചരിക്കുന്നതുമായ പൂഷാവോട്, സൂര്യനോട്, കാലത്തോട്, അല്ലെങ്കിൽ ലോകത്തെ നയിക്കുന്ന ശക്തിയോട് പറയുകയാണ്, നമുക്ക് ധനം സമ്പാദിക്കാനുള്ള ശക്തി നൽകണേ. നമ്മൾ അധ്വാനിച്ചിട്ട് ലോക പുരോഗതിക്ക് ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിക്കുക, അതാണ് ധനം. ഒരു ധനം ഉൽപ്പാദിപ്പിക്കുക, എല്ലാവരും ഉൽപ്പാദിപ്പിക്കണം. അല്ലാതെ ചൂത് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കിയല്ല വേണ്ടത്. എല്ലാവരും പ്രൊഡക്ഷൻ നടത്തണം. അത് നടത്താനുള്ള ശക്തി തരണം. അതിന് ശക്തി വേണം പ്രൊഡക്ഷൻ നടത്താൻ. അല്ലാതെ ചൂത് കളിക്കാൻ ശക്തിയൊന്നും വേണ്ട. തട്ടിപ്പും വെട്ടിപ്പും പറഞ്ഞാൽ മതി. ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് നമ്മൾ അധ്വാനിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. അതേപോലെ അധ്വാനിക്കണം. അധ്വാനിച്ചിട്ട് ധനം സമ്പാദിക്കണം. അല്ലാതെ ചൂതുകളി നടക്കുന്ന അധ്വാനമൊന്നുമല്ല. അത് കള്ളന്മാരുടെ സ്വഭാവമാണ്. അന്യരുടെ പണം എങ്ങനെയും ഏതെങ്കിലും താന്ത്രത്തിലൂടെ കൈക്കൽ ആക്കുക. അപ്പം നമുക്ക് അധ്വാനിച്ച് ധനം നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരാം. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42 7. അതിനസോനയസുഗാന സുപഥാകൃണു പൂഷന്നിഹ കൃതം വിദഹ. ദുഃഖങ്ങളിൽ പതിച്ച ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് അകറ്റാനും ഞങ്ങളെ സരളമാർഗം അവലംബികളാക്കാനും ഞങ്ങൾക്ക് രക്ഷാശക്തി പ്രദാനം ചെയ്യാനും പൂഷാവിനോട് അഭ്യർത്ഥിക്കുന്നു. നമ്മളിന്ന് ക്ലേശത്തിലാണ് പെട്ടിരിക്കുന്നത്. അതിന് കാരണം ശത്രുക്കളാണ്. ആ ശത്രുക്കളെ നമ്മളിൽ നിന്നും അകറ്റണം. അപ്പം നമ്മുടെ ക്ലേശങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം ആ ദൈവത്തെ ഒന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളിന്ന് എന്താ ധരിച്ചിരിക്കുന്നത്? നമ്മളെ കഷ്ടപ്പാടിനെല്ലാം കാരണം ആരാണ്? ദൈവമാണ്, ഈശ്വരനാണ്. ഈശ്വരൻ കഴിയാതുകൊണ്ടാണ്. അതിൻ്റെ ഈശ്വരൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഈശ്വരൻ ഇതൊന്നും അല്ല പരിപാടി. ഈശ്വരന് വേണ്ട സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബുദ്ധിയും തന്നിട്ടുണ്ട്. ബുദ്ധിയും പ്രവർത്തിക്കാനുള്ള ശക്തിയും തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ അതിനുള്ള നമ്മളെ ക്ലേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെ, നമ്മളെ ക്ലേശത്തിന് കാരണമായ ശത്രുക്കളെ കണ്ടെത്തിയിട്ട് അവരെ അകറ്റണം. അത് നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ലാതെ തന്നെ കാലം തന്നെ അത് നമ്മളിലൂടെ നടപ്പാക്കിക്കൊള്ളും.
കാലം എത്തുമ്പോൾ ശത്രുക്കളെല്ലാം കാലം നമ്മിലൂടെ തന്നെ നമ്മളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ ശത്രുതയെല്ലാം തടിച്ച് മാറ്റും. പക്ഷെ കാലം വന്നാലേ പറ്റൂ. എന്തിനൊരു കാലമുണ്ട്. ആ കാലം വരുമ്പോൾ അതാണ് കൃഷ്ണൻ പറഞ്ഞത്, കാലാകാലങ്ങളിൽ ഞാൻ അവതരിക്കുന്നു. അധർമ്മം വരുമ്പോൾ ഞാൻ വരും. അതിന് അർജുനർ പോലെയുള്ളവരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കും. അപ്പം കാലം തന്നെയാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് ഞങ്ങൾക്ക് സരളമാർഗം അവലംബിക്കാൻ കഴിയണേ. ലളിതമായ മാർഗം. നമ്മളെ ലളിതമായ മാർഗം എന്താണ്? തട്ടിപ്പും വെട്ടിപ്പും ഒന്നല്ല, കുതന്ത്രങ്ങളല്ല. നമുക്ക് നേർക്ക് നേരെ നമ്മൾ അധ്വാനിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, അനുഭവിക്കുന്നു. അവിടെ തട്ടിപ്പും വെട്ടിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ പുതിയ സാധനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നേർക്ക് നേരെയാണ്. സയൻസ് ഉപയോഗിക്കുന്നു, ശാസ്ത്രത്തിന്റെ അധ്വാനത്തിൽ അധ്വാനിക്കുന്നു, പുതിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അല്ലാതെ അതിന് തട്ടിപ്പും വെട്ടിപ്പിന്റെ ആവശ്യം എന്താ? ഒരു ഷാമ്പു ഉണ്ടാക്കിയിട്ട് ഈ ഷാമ്പു തേച്ച് കഴിഞ്ഞാൽ തലയിൽ മുഴുവൻ മുടി വളരുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കഷണ്ടി ഭാഗത്തെല്ലാം പറഞ്ഞിട്ട് തട്ടിപ്പാക്കേണ്ട ആവശ്യമുണ്ട്. ആ തലക്ക് കുളിർമ കുറച്ച് തലക്കൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൊള്ളാം ഈ ഷാമ്പു എന്ന് ഉള്ള കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിന്റെ തലയിൽ മുടിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നാളെ മുതൽ മുളച്ചു വരും. പക്ഷെ ഒരു 10 ബോട്ടലെങ്കിലും തേക്കണം, നല്ല അങ്ങ് അടിച്ചു വിടുക. അതെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ്. ആ മാർഗമൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നേർക്ക് നേരെയുള്ള മാർഗം. ആ രൂപത്തില് സരളമാർഗം അവലംബിക്കണേ. നമ്മൾ എളുപ്പമാർഗത്തിൽ ഉണ്ടാക്കുന്നത് എളുപ്പമാർഗത്തിൽ ഉണ്ടാക്കണം. നമ്മൾ ചെയ്യുന്നതും എളുപ്പമാർഗത്തിൽ, ലളിതമായ മാർഗത്തിൽ. ലളിതമായ മാർഗം എന്താണ്? അധ്വാനിക്കുക, ഉൽപ്പാദിപ്പിക്കുക. പിന്നെ അതിന് മറ്റേ പരസ്യത്തിന്റെ പോലും ആവശ്യമൊന്നുമില്ല. എന്തിനാണ് പരസ്യത്തിന്റെ ആവശ്യം? നമ്മളൊരു വാഴക്കൊല നട്ടു കഴിഞ്ഞാൽ ആ റോട്ടുമ്പിലോട്ട് പോകുന്ന ആൾക്കാർ അത് നോക്കിയിട്ട് പറയാം, നല്ല കൊലയല്ലോ. അതിൻ്റെ പേപ്പറിലിടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി എങ്ങനെയാണെന്നല്ല. ഇതെല്ലാം കുതന്ത്രങ്ങളാണ് അതിൻ്റെ കൂട്ടത്തിലെല്ലാം വരുന്നത്. പിന്നെയോ കുഷാവോട് പറയാണ് നമ്മളെ രക്ഷാശക്തി നൽകണേ. പക്ഷെ അങ്ങനെയെല്ലാം നമുക്ക് ജീവിക്കണ്ടെങ്കിൽ അപ്പൊ അതിനെല്ലാം പാര വെക്കാനും ചൂഷണം ചെയ്യാനെല്ലാം ആൾക്കാർ പിന്നാലെ കാണും. അതിനെ രക്ഷാശക്തി പ്രധാനമാണ്. അവരിൽ നിന്ന് രക്ഷ നേടാനുള്ള ശക്തിയും നമുക്ക് നൽകണം. അപ്പൊ ശക്തിയും ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആള് വേറെ നടക്കുന്നില്ല. അപ്പൊ അവരെ നേരിടാനുള്ള ശക്തിയും നമുക്ക് നൽകണം. എന്നിട്ട് 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 42-8 അഭിസൂയവസം നയന നവജ്വാരോ അധ്വനേ പൂഷന്നിഹ കൃതുംവിദഃ. കൃഷിക്ക് ഉപയുക്തമായ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും വഴിമധ്യേ സങ്കടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ശക്തനാക്കാനും പൂഷാവിനോട് അപേക്ഷിക്കുന്നു. കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൊണ്ട് അവിടത്തേക്ക് നമ്മളെ നയിക്കുക എന്നാണ് പറയുന്നത്. അതായത് കൃഷി ചെയ്യാണ് നമ്മൾ വേണ്ടത്. എത്രയോ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് നയിക്കുക, കൃഷിപ്പണിയിലേക്ക് പോകുക. ഋഗ്വേദത്തിൽ തന്നെ ഒരു സൂക്തം തന്നെയുണ്ട്, ചൂതുകളിക്കെതിരായിട്ടുള്ള ദോഷങ്ങൾ കളിച്ചാലുള്ള അവസാനത്തായി എവിടെയാ വന്നെത്തുക? അവസാനം എന്ത് പറയുന്നു? നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കൃഷി ചെയ്യൂ, ഉൽപാദനം നടത്തൂ, പ്രൊഡക്ഷൻ നടത്തൂ. അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പിനൊന്നും പോകരുത്. നമ്മളിന്ന് പ്രൊഡക്ഷൻ നിർത്തി. പണ്ട് നമുക്കറിയാലോ, ഒരു പൊതുമേഖല എത്ര TV ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അത് ഇരുന്നുണ്ടാക്കിയിട്ട് ലാഭം അടിക്കണം. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ആഗോളവൽക്കരണം വന്നപ്പോൾ പുറത്തുനിന്ന് TV ഇങ്ങോട്ട് വരും. അവർക്കൊരു വില കൊടുക്കണം. ഇപ്പോൾ ഒരു ടിവിക്ക് 10,000 എന്ന് വെച്ചാൽ അവർക്ക് 10,000 കൊടുത്താൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് 10,000-ന് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കും 25,000. ഒറ്റയടിക്ക് 15,000 രൂപ ലാഭം. എത്ര സുഖമുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ കിടന്നിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വ്യവസായം. ഇതാണ് ചൂതുകളി. ഏതെങ്കിലും ഡ്യൂക്ലി സ്ഥലത്ത് പോയി അല്ലെങ്കിൽ വളരെ തല്ലപ്പൊളിയുള്ള ഒരു സ്ഥലത്ത് പോയി ചെറിയ പൈസക്ക് സാധനം വാങ്ങും. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ എഴുതും ബ്രാൻഡഡ് ഐറ്റം.
ഇതിൻ്റെ വലിയ മാളുകളിലെല്ലാം ബ്രാൻഡഡ് ആയിട്ടാണുള്ളത്. സംഗതി എന്താണ്? ഏതെങ്കിലും താഴെ രാജ്യങ്ങൾ, ചെറിയ വില കുറച്ച് കിട്ടുന്ന രാജ്യങ്ങളിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇവിടെ 10,000-ന് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കേൾക്കും ഇത് വലിയ കമ്പനി സാധനം ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്. ഇതെല്ലാം നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങൾ തന്നെ വിളിച്ചു പറയുകയാണ് നമ്മുടെ അടുത്ത് ചെറിയ പൈസക്ക് വാങ്ങിക്കൊണ്ടേറ്റ് അവർ ബ്രാൻഡഡ് ആയിട്ടെന്നും പറഞ്ഞ് വിൽക്കുകയാണ്. വെടിക്ക് ഇവിടെ വന്നോ ആ പൈസക്ക് നമ്മൾ ചെറിയ പൈസക്ക് നമ്മൾ തരാം. പക്ഷേ ബ്രാൻഡ് എന്ന പേര് മാത്രം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ടി വിയിൽ കാണുന്ന കാര്യങ്ങളാണ്, യൂട്യൂബിലെല്ലാം. അപ്പൊ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, അധ്വാനിച്ചിട്ട് സാധനം ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ഇതെല്ലാം എളുപ്പ പരിപാടികളാണ്, ഉണ്ടാക്കണമെന്നും ചെയ്യാറില്ല. ബ്രാൻഡഡ് കമ്പനികൾ, പണ്ട് ചില കമ്പനികളെല്ലാം ബ്രാൻഡഡ് അവർ തന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ പരിപാടിയെല്ലാം നിർത്തി. ആ പേര് മാത്രം ഉണ്ടാവും, വേറെ എവിടെ നിന്നെങ്കിലും ജോലി വാങ്ങിയിട്ട്. അപ്പൊ അവർക്ക് ആർക്കും ജോലിയും ഇല്ല, ഫാക്ടറികളെല്ലാം അടച്ചുവിട്ട് അതിന് വേറെ പുറത്തൊന്നും വാങ്ങി. അതാണ് അമേരിക്കയിലടക്കം പറ്റിയത്. അമേരിക്കക്കാരും അത് ചെയ്ത് എവിടെ നല്ലോ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ചെറിയ പൈസക്ക് വിൽക്കാൻ തുടങ്ങിയപ്പം അമേരിക്കയിലെ ഷെൽഫ് നിറയെ ട്രംപ് നോക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ സാധനങ്ങളാണ്. തൻ്റെ നാട്ടിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ ആഗോളവൽക്കരണം കൊണ്ടുവന്നത് അവരാണ്. അപ്പം തിരിച്ചടി ആയപ്പോൾ ജനത്തിന് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതെല്ലാം കണ്ടപ്പോൾ ട്രംപിന് എന്ത് തോന്നി? ഈ ആഗോളവൽക്കരണം അവരാണ് കൊണ്ടുവന്നത്, ഇനി നമുക്കിതൊന്നും വേണ്ട, നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ മതി, നിങ്ങളെല്ലാം കൂട്ടിക്കെട്ടിപ്പോയി നമ്മളിവിടെ ഉണ്ടായിക്കോളും. അത് അത്ര എളുപ്പ പരിപാടിയാണെന്നുള്ള വേറെ കാര്യം. എന്തായാലും ലോകം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്ത് വേണം? കൃഷിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ടല്ലോ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. നമ്മൾ ബസ്സിൽ പോയാൽ മതി, അവിടെ എന്തെല്ലാം തരം കൃഷികൾ നടത്താം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൃഷി വികസനത്തോട് പറഞ്ഞ്, കൃഷി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തരിശായി കിടക്കുന്ന ഇന്ന സ്ഥലത്ത് ഇന്നത് നടാം, ഇന്ന സ്ഥലത്ത് ചേമ്പ് വെക്കാം, ഇന്ന സ്ഥലത്ത് കപ്പ വെക്കാം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇവിടെ എത്രയോ മനുഷ്യ പ്രയത്നങ്ങൾ ഫ്രീ ആയിട്ട് റോട്ടുമ്മേൽ ഓരോ ഗ്രൂപ്പും കൂടിയിട്ട് കളയുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിന് ഉപയോഗമില്ല. വെറുതെ അതിൽ നിന്ന് സംസാരിച്ചിട്ട് മനുഷ്യ പ്രയത്നങ്ങൾ നഷ്ടപ്പെടുകയാണ്. എത്ര മനുഷ്യ പ്രയത്നങ്ങളാണ് യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് വായിക്ക് തോന്നുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാൻ വേണ്ടിയിട്ട് പരസ്പരം തെറി വിളിക്കാൻ എത്ര മാൻ പവറാണ് നഷ്ടപ്പെടുത്തുന്നത്. രാഷ്ട്രത്തിന് എന്താണ് ഇതിനെ കൊണ്ടുള്ള ഗുണം? പരസ്പരം വിദ്വേഷം ഉണ്ടാകില്ലാതെ എത്രയോ യുവാക്കൾ ഇങ്ങനെ നമ്മുടെ വിലയേറിയ മനുഷ്യ പ്രയത്നം നഷ്ടപ്പെടുത്തുകയാണ്. ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെയെല്ലാം വിളിച്ചിട്ട് ഈ സ്ഥലങ്ങൾ ഫ്രീ ആയിട്ടുള്ള കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ സാധനങ്ങൾ കയറ്റുമതി ചെയ്ത പൈസ കിട്ടും. കിട്ടാതെ എന്ത്? ഇന്ന് സാധനങ്ങൾക്കൊന്നും വിലയില്ലേ? ആ ജോലി കൊടുക്കുകയാണെങ്കിൽ, ആൾക്കാരെ പൈസ കൊടുക്കുകയാണെങ്കിൽ ജോലി കാണത്തില്ലേ? മനുഷ്യ പ്രയത്നമാണ് ഏറ്റവും വലുത്, പണമല്ല. എത്രയോ ഈ നാട്, എത്ര പാലങ്ങളെല്ലാം ഈ റോഡുകളെല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നത്. എത്ര മനുഷ്യ പ്രയത്നമാണ് ഇങ്ങനെ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് ടി വിയിലൂട്ടി മറ്റേ യൂട്യൂബിലെല്ലാം ഉണ്ടാക്കിയിട്ട് കളയുന്നത്. മനുഷ്യപ്രയത്നം നശിപ്പിക്കുകയാണ്. പരസ്പരം തെറി പറഞ്ഞിട്ടും റോട്ടും കിടന്ന് അടിപിടി കൂട്ടിയിട്ടും ബഹളം കൂട്ടിയിട്ടും. അതേസമയം റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന എത്രയോ റോഡുകളുണ്ട്. ഈ മനുഷ്യ പ്രയത്നം ശരിക്കും പ്ലാൻ ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ലോകം പുരോഗമിക്കും. അതിനാണ് വേഗം പറയുന്നത്, ഞങ്ങളെ, അതായത് തൊഴിലില്ലാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ അവരെ കൃഷിക്ക് ഉപയുക്തമായ സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. കാലമാണ് കൂട്ടിക്കൊണ്ടുപോകേണ്ടത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീർത്താത്തരാത ജോലികൾ, പുരോഗതികൾ ഈ നാട്ടിലുണ്ട്, നടക്കാനുണ്ട്. നമ്മൾ ഇവിടെ പഠിച്ചവരെല്ലാം പല രാജ്യത്തും പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. മനുഷ്യപ്രയത്നം വേണ്ടുന്നുണ്ട്. അതിനുള്ള സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനെ പുരോഗമിക്കും. അതിലേക്ക് നയിക്കണമെന്നാണ് വേദം പറയുന്നത്. അല്ലാതെ മറ്റവരുണ്ടാക്കുന്ന സാധനം വാങ്ങിയിട്ട് ഇത് ഈ പണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടുന്നതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കാത്തത്. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അധ്വാനിക്കണം, ലാഭമൊന്നും വലിയ കിട്ടൂല.
അതുകൊണ്ട് പുറത്തുനിന്ന് കിട്ടുന്ന ചെറുത് വാങ്ങുക. ആ ടെൻഡൻസി മാറ്റണം, ആ കച്ചവട മനസ്ഥിതി മാറ്റണം. നമ്മുടെ നാട്ടിലേക്ക് വേണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യവും അവരവരുടെ കാലിൽ നിൽക്കും. അതിന് വേണ്ട ഒന്നാമത് എന്താണ്, ഈ പണമുണ്ടാകേണ്ട എങ്ങനെ കുറുക്കു വഴിയിൽ ചൂതുകളി മാതിരി പണം തട്ടിയെടുക്കാം, കള്ളക്കളി കളിച്ചിട്ട് പണം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല, ഉള്ളതും പൂട്ടിക്കും. അങ്ങനെയാണ് ഇന്ത്യയിൽ എന്തെല്ലാം തരം TV ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയുണ്ടോ എന്ന് പറഞ്ഞ എന്താ പൂട്ടിയത്? ഈ എളുപ്പ പരിപാടിക്ക് തന്നെ. പിന്നെയോ പുതിയ സങ്കടങ്ങൾ ഉണ്ടാകാതിരിക്കണേ. പുതിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സങ്കടങ്ങൾ ഇല്ലാതാകുന്ന തരത്തിലുള്ള എല്ലാ തരം ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. നമുക്കൊന്നിനും ഷോർട്ടേജ് ഉണ്ടാകരുത്. ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുന്നു, അതില്ലാലോ ഇതില്ലാലോ. നമ്മുടെ സങ്കടങ്ങൾ ദൂരീകരിക്കാൻ എല്ലാ സാധനങ്ങളും നമുക്ക് ലഭ്യമാകുന്ന തരത്തിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കണം. അപ്പൊ പിന്നെ സങ്കടത്തിന് കാര്യമില്ല, മറ്റുള്ള രാജ്യത്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നീ ശക്തരാകണേ. അതിനെന്ത് വേണം? നമ്മൾ ശക്തരാകണം. നീ നമ്മളെ ശക്തരാക്കണം. കാലമാണ് ശക്തരാക്കേണ്ടത്. കാലം അത് ശക്തമാക്കുക തന്നെ ചെയ്യും. കാരണം നമ്മളെ കമ്പനികൾ പൂട്ടിയത് നമ്മൾ വിചാരിച്ചിട്ട് മാത്രമൊന്നുമല്ല. പുറത്തുനിന്നുള്ള ഗവൺമെന്റുകളുടെ സ്വാധീനമുണ്ട്. നമ്മളെ സാധനം വാങ്ങിക്കൊള്ളണം. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു രാജ്യത്തിന് 10 ലക്ഷത്തിന്റെ സാധനം കൊടുക്കുന്നതെന്ന് വെച്ചോ. കാരണം നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? വില കുറഞ്ഞുകൊണ്ടാണ് അവൻ വാങ്ങുന്നത്. അതുകൊണ്ട് 10 ലക്ഷത്തിന്റെ സാധനം അവൻ വാങ്ങുന്നു. പക്ഷെ അവന്റെ രാജ്യത്ത് നിന്ന് നമ്മളൊന്നും ഇങ്ങോട്ട് വാങ്ങില്ല. എന്തുകൊണ്ട്? അവിടെ വില കൂടിയതുകൊണ്ടാണ്. അപ്പൊ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ 10 ലക്ഷം ഒന്നും വാങ്ങില്ല. നമ്മൾ നോക്കിയാൽ ഒന്നും എടുക്കാനുണ്ടായില്ല. കാരണം എല്ലാത്തിനും വില കൂടുതലാണ്. എങ്ങനെയാ വാങ്ങുക? പിന്നെ വാങ്ങണല്ലോ എന്ന് വെച്ചിട്ട് ഒരു ലക്ഷത്തിന്റെ വാങ്ങും. അപ്പൊ ഇവര് തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്? കൊടുക്കുന്നത് 10 ലക്ഷം, അവന്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന 1 ലക്ഷം. അപ്പം പിന്നെ അവൻ ബലം പ്രയോഗിക്കും. അങ്ങനെയൊന്നും പറ്റൂല. താരിഫ് അടിച്ചത് അല്ലെങ്കിൽ എന്ത് വേണം? നമ്മുടെ അടുത്തൊന്നും 10 ലക്ഷത്തിന്റെ നീ നമ്മള് 10 ലക്ഷത്തിന്റെ വാങ്ങിയ നീ നമ്മുടെ അടുത്തൊന്നും 10 ലക്ഷത്തിന്റെ വാങ്ങിക്കണം. വില കൂടുതലൊന്നും നോക്കണം, 10 ലക്ഷത്തിന് വാങ്ങിക്കണം. പിന്നെ നമ്മൾ അത് വാങ്ങുമ്പോൾ ഇവിടെ അയിലക്കാട്ടി ഉണ്ടാക്കുന്നുണ്ട് ചെറിയ പൈസക്ക്. ആ കമ്പനിയെല്ലാം നമ്മൾ കൂട്ടേണ്ടി വരും. അവന്റെ സാധനം നിർബന്ധിച്ച് വാങ്ങിപ്പിക്കും. ഇന്നാ പിടിച്ചോളം, ഇത് വാങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ സാധനം ഞാനും വാങ്ങില്ല. ഇതെല്ലാം സംഭവിക്കാം. അതല്ല അപ്പൊ എന്തുണ്ടാവും? നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ പോലെ നിന്റെ സാധനം നമുക്ക് വേണ്ട. നിന്റെ സാധനം വാങ്ങിക്കാൻ നമ്മളെ സാധനം വില കൂടിയത് വാങ്ങിക്കോണം, വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞല്ലേ നികുതി ടാരിഫ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ വഴി? വാങ്ങുക. ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിന്റെയും പെട്ടെ നമ്മളെയും പെട്ടെ എല്ലാം നമ്മളിവിടെ ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്ന്. പക്ഷെ അത് സമ്മതിക്കില്ല. നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധനത്തിന് 8 റുപ്യ ഉണ്ടാവും. അപ്പൊ അവന്റെ വേണം പറയും നമ്മളതിന് 10 റുപ്യാണ്, എന്നാലും നീ വാങ്ങിക്കൊള്ളണം. കാരണം ഞാൻ വാങ്ങുന്ന അത്ര തന്നെ നീയും വാങ്ങണം. അപ്പോൾ നമുക്ക് ഇവിടെ 8 റുപ്യക്ക് ഇത് സാധനം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ അവന് 10 റുപ്യ ആയിരിക്കും. വാങ്ങേണ്ട നിർബന്ധമാകുമ്പോൾ ആ 10 റുപ്യക്ക് ഇവിടെ വാങ്ങി കൊണ്ടുവന്ന് ഈ 8 റുപ്യക്കാരൻ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ കൂട്ടേണ്ടി വരും. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൊണ്ട് തള്ളിയല്ലേ. അപ്പോൾ സാധനം ഇവിടെ തന്നെ വരുമ്പോൾ വാങ്ങാൻ നിർബന്ധമാകുമ്പോൾ പിന്നെ ഇവന്റെ കമ്പനി പൂട്ടിയേ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തേണ്ടി അതിനുള്ള ശക്തി കാലം തന്നെ തരണം. അല്ലാതെ അതൊന്നും നമ്മളെ കൺട്രോളല്ല, കാലം തന്നെയാണ് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അവസാനം 3-4 ലോകമഹായുദ്ധത്തിന് ശേഷം ഓരോ രാജ്യവും ഇനി നിന്റെയും വേണ്ട എന്റെയും വേണ്ട, നമ്മളെ വേണ്ട ഉണ്ടായിക്കോളും എന്നുള്ള നിലയിലേക്ക് മാറിയേ പറ്റൂ. അങ്ങനെ ഒരു ലോകക്രമമാണ്. എല്ലാവരും അവരവരുടെ വേണ്ടത് ഉണ്ടാക്കുന്നു. അതുകൊണ്ടൊക്കെ വേണ്ടിക്ക് സൗഹാർദ്ദ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീസണബിൾ ആയി ഇതിന് കൈമാറും. ഈ ലോകത്തിന്റെ അതിര് തന്നെ വേണ്ടാത്ത അവസ്ഥ വരും. എല്ലാവരും ഏകലോകം. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42-9. ശക്തിപൂർത്തി പ്രയംസീച്ച ശിശീഹി പ്രാസ്യുതരം പൂഷന്നിഹ കൃതം വിദഃ
ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ധനം നൽകാനും ഞങ്ങളെ തേജസ്വികളാക്കാനും ഞങ്ങളുടെ ഉദരപൂർത്തി വരുത്താനും ഞങ്ങൾക്ക് ശക്തി നൽകാനും പൂഷാവിനോട് അഭ്യർത്ഥിക്കുന്നു. പറയുന്നു, ഹേ കുഷാബി, ഞങ്ങൾക്ക് എല്ലാവിധ ധനവും നൽകണം. നമുക്ക് എല്ലാ ധനവും നൽകണം. എല്ലാ ധനവും കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ് നമുക്ക് നൽകണം. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കും. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ്. ഇവിടെ മാൻ പവർ ഉണ്ട്, ബുദ്ധിയുള്ളവരുണ്ട്, ശരീരശക്തിയുള്ളവരുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇറാനും ഉത്തര കൊറിയയെല്ലാം. അവരൊന്നും മറ്റുള്ളവരെയൊന്നും ആശ്രയിക്കുന്നില്ല. അവരവരുടെ തന്നെ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു, ഉണ്ടാക്കുന്നു. കാരണം ഉത്തര കൊറിയ സ്വയം തീരുമാനിച്ചാൽ നമ്മളത് നമുക്ക് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഉപരോധം ഉണ്ടായിരുന്നു, പക്ഷേ ഇറാനാണ് ഏറ്റവും അധികം ഉപരോധം ഉണ്ടായിരുന്നത്. അവരവരുടെ നിലയിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതുമാതിരി ഓരോ രാഷ്ട്രങ്ങൾ അവരവരുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുത്തെ മാൻ പവറിന് അവർക്കെല്ലാം ജോലിയും കിട്ടും. അവരുടെ ബുദ്ധിയെല്ലാം അവിടെ തന്നെ ഉപയോഗിക്കാം. ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് സ്വന്തം കാലില് തലയുയർത്തി നിൽക്കാം. അതുകൊണ്ട് സമർത്ഥരായ പുരുഷാവി, ഞങ്ങൾക്ക് എല്ലാവിധ ധനവും നൽകണേ, ഞങ്ങളെ തേജസ്വികളാക്കണേ. അപ്പോൾ നമ്മൾ തേജസ്വികളാകും. നമ്മള് കിം ജോൺ യുൻ, ഏതാണ് ഉത്തര കൊറിയയുടെ ഒരു കക്ഷി ഉണ്ടല്ലോ, എല്ലാം ഉപരോധം ചെയ്തിട്ടും അതേ ന്യൂക്ലിയർ ബോംബ് പോലും തൊട്ടിട്ട് അമേരിക്കനെ വരട്ടുന്ന തരത്തിൽ ന്യൂക്ലിയർ ബോംബ് പിടിച്ചിരിക്കുകയാണ്. എല്ലാ ഉപരോധവും കൊണ്ടിട്ടും ഒറ്റ നിലയിൽ. അപ്പൊ ലോകത്തിൽ നിന്ന് എല്ലാവരും അങ്ങേരെ ഒരു പ്രത്യേക വീക്ഷണത്തിൽ എന്ത് തന്നെ കുറ്റം പറയുന്നവരായാലും അവരുടെ ഉള്ളില് അദ്ദേഹത്തിന്റെ നേരെ ഇന്ന് എല്ലാവരും രാഷ്ട്രങ്ങൾ, ഏത് ചാനലുകാരായാലും ഇപ്പോഴ് അദ്ദേഹത്തെ ഒന്ന് കേൾക്കുമ്പോൾ എന്തിന് ട്രംപ് പോലും അങ്ങോട്ട് പോയിട്ട് സൗഹൃദം ഉണ്ടാക്കി. ട്രംപിനെ എന്തെല്ലാം പറഞ്ഞതെന്ന് നമുക്ക് പണ്ടത്തെ യൂട്യൂബ് എടുത്ത് നോക്കി, യൂട്യൂബ് ഉണ്ടോന്ന് അറിയില്ല, നോക്കിയാൽ മതി. എന്നിട്ടും ട്രംപ് പോയിട്ട്, കാരണം ബഹുമാനം, കാരണം അതൊന്നും നമ്മൾ ഒരാൾ നല്ല ധീരനാണ്, ഒരു ധീരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരോട് എന്ത് കുറ്റം പറഞ്ഞാലും ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ബഹുമാനം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുപോലെ ഇറാനിൽ എന്ത് തന്നെ കുറ്റം ലോകം പറഞ്ഞിട്ടും ഇന്ന് ഇറാന്റെ നേരെ പറയുമ്പോഴൊന്ന് ശങ്കിച്ചിട്ടാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ട്? അത് പണമോ സാമ്പത്തിക ഉയർച്ച നിലയോ ഒന്നും നോക്കിയിട്ടല്ല. പണം കെട്ടിക്കിടക്കുന്നത് കൊണ്ടോ ലോകത്തിലെ സാമ്പത്തിക ഒന്നാംകിട രാഷ്ട്രമാണോ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നുമല്ല. അവർക്കൊരു അതിൻ്റെതായ തേജസ്സുണ്ട്. സ്വന്തം കാലിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു തേജസ്സുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ തേജസ്വികളാക്കണേ, ഞങ്ങളെ ഞങ്ങളുടെ ഉദരപൂർത്തി വരുത്തണേ. ഉദരപൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് വയറ്റ് നിറയാൻ, നമ്മളെ വയറ്റിന്റെ വിശപ്പെല്ലാം തീർത്തു തരണേ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് തീർത്തു തരണം. മനുഷ്യന് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കി തീർക്കണം, അതിന് ശ്രമിക്കണം. അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ഇന്ന് ലോകത്തിലെ സംസാര വിഷയം എന്താണ്? ഒരൊറ്റ രാജ്യം നിയന്ത്രിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്കാണ് ലോകം പോകുന്നത്. മൾട്ടി പോളാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും നേതാക്കന്മാർ തന്നെയാണ്, എല്ലാ രാജ്യങ്ങളും മഹാന്മാരാണ്, ആരും ആരുടെ കീഴിലൊന്നുമല്ല. ആ കാലഘട്ടം കഴിഞ്ഞു പോയി. എല്ലാ രാജ്യങ്ങളും അവരുടേതായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്ഥിതി, സെറ്റപ്പ്. അതിന് അധ്വാനിച്ചേ പറ്റൂ. അവരവരുടെ നാട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കിയേ പറ്റൂ. ആ നിലയിലേക്കാണ് ലോകം പോകുന്നത്. എല്ലാവരും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഉദരപൂർത്തി വരുത്തണമെന്ന് പറഞ്ഞാൽ നമ്മളെ വിശപ്പ് തീർക്കണമെന്ന് പറഞ്ഞാൽ, വിശപ്പ് എന്ന് പറഞ്ഞാൽ വയറ്റിന്റെ വിശപ്പ് മാത്രമല്ല, ജ്ഞാനത്തിന്റെ വിശപ്പ്. നമുക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും അതെല്ലാം നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റണേ. ഞങ്ങൾക്ക് അതിനുള്ള ശക്തി നൽകണേ. കാലത്തോടാണ് ആവശ്യപ്പെടുന്നത്. കാലം അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. അവസാനം മൂന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും. അത് മൾട്ടി പോളാർ ആയിരിക്കും.
അവിടെ പിന്നെ ഓരോ ആൾ അവരവരുടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആരും ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ലോ ഗവൺമെന്റിന് സമാനമായി മാറും. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി അടക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും തമ്മിൽ ഐക്യത്തിൽ ഒരൊറ്റ ലോകമായിട്ട് മാറും. അവിടെ പിന്നെ ഒരു ഉച്ചനീചസങ്ങളോ രാജ്യം തമ്മിലുള്ള ഭിന്നതകളോ നിറം തമ്മിലുള്ള വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ആകെ ഏത് സ്ഥലത്തും പോകാം. കാരണം എന്താണ്? ആരും ആരെയും ചൂഷണം ചെയ്യുന്നില്ല. എല്ലാം ലോകമായ ഒരൊറ്റ മനസ്സോടുകൂടി കാണാൻ പറ്റും. കാരണം എല്ലാം ബ്രഹ്മമാണ്. ഒരൊറ്റ ഈശ്വരനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മക്കളാണ്. ആ ഈശ്വരന്റെ ശക്തി നിന്നുകൊണ്ട് ഉത്ഭവിച്ചതാണ്. അതേ ബ്രഹ്മമാണ്. എല്ലാത്തിലും ഒന്നിനെ ദർശിക്കാൻ കഴിയണം. അപ്പം ലോകം മുഴുവൻ ഒന്നായി കാണാനുള്ള ഒരവസ്ഥ വരും. എപ്പോഴ് അവരവരുടേതായ ഉണ്ടാക്കിയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ. എനിക്ക് എൻ്റെതായ ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടെങ്കിൽ വേറെ ആ കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്തിനാ മത്സരം? മത്സരം എപ്പോഴാണ്? ചൂതുകളി വരുമ്പോൾ അവൻ്റെത് ഇങ്ങോട്ടേക്ക് മാറ്റണം, അടിച്ചെടുക്കണം, അവൻ്റെത് ഇങ്ങോട്ടേക്ക് അടിച്ചെടുക്കണം. ഈ ചിന്താഗതി വരുമ്പോഴാണ് മത്സരം വരുന്നത്. അതിനൊന്നും വേണ്ട. എനിക്ക് വേണ്ടതല്ല എൻ്റെ അടുത്തുണ്ട്, എനിക്ക് വേണ്ടത് എനിക്ക് അടുത്തുണ്ട്. ഞാനോട്ട് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നീയോട്ട് എനിക്ക് തരാം. പിന്നെ നിനക്ക് വേണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തരാം. ഇതാ എൻ്റെ അടുത്ത് ഇന്ന സാധനമുണ്ട്, വേണം എനിക്ക് പിടിച്ചോന്ന് പറഞ്ഞാൽ വേണ്ടിക്കൽ വാങ്ങും. അല്ല അതെൻ്റെ അടുത്തുണ്ട് കേട്ടോ, വേണ്ട അവിടെ തന്നെ വെച്ചെന്ന് പറയും. അതാണ് ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ അയൽക്കാർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടായാൽ അധികം ഉണ്ടെങ്കിൽ ഇതങ്ങോട്ടും അല്ല ഇതാ എൻ്റെ അടുത്ത് എന്നെ കെട്ടിക്കുക. ഇപ്പം ഈ പൊങ്കാലയെല്ലാം എടുത്ത സമയമുണ്ട്. പൊങ്കാല എടുത്ത സമയം വേറെ ഒരു കാരണം ഇത് വീട്ടിൽ കുറേ കിടക്കുകയാണ് ഉണ്ടാക്കിയത്, തീരുന്നില്ല. മെല്ലെ ഇതും പൊതിഞ്ഞിട്ട് അപ്പുറത്തുമ്പോൾ പറയും വേണ്ട നമ്മൾ ഇവിടെ ഇട്ടിരിക്കുകയാണ്, കുറച്ച് അധികം കിടക്കുകയാണ്. അപ്പം പിന്നെ മത്സരമില്ല. പിന്നെ അവിടെ ഇട്ടിട്ടില്ലെങ്കിൽ ശരി നല്ല അവരെടുത്ത് ഉപയോഗിക്കും. ആ ഒരു നിലയിലേക്ക് ലോകം പോകും. എല്ലാവരും ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രരായി എല്ലാം തികഞ്ഞവരായിട്ടുള്ള ഒരു സമൂഹം. അതിലേക്കാണ് ലോകം പോകുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ. എന്നിട്ടോ ഞങ്ങളെ തേജസ്സുകളാക്കണേ, ഞങ്ങളുടെ ഉദരപൂർത്തി വരുത്തണേ, അതിനുള്ള ശക്തി നമുക്ക് നൽകണേ. പക്ഷെ ആ ഒരവസ്ഥയിലേക്ക് എത്തേണ്ടിക്ക് ശക്തി സംഭരിച്ചേ പറ്റുകയുള്ളൂ. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 42 10. ന പൂഷണം മേധാമസി സൂക്തൈർ അഭിഗൃണീമസി വസൂനി ദസ്മം ഗീമഹേ. ഞങ്ങൾ പൂഷാദേവനെ നിന്ദിക്കുന്നില്ല, സ്തുതിക്കുന്നു. ഞങ്ങൾ ആ അത്ഭുത ദേവനോട് ധനം യാചിക്കുന്നു. ഞങ്ങൾ കുഷാദേവനെ നിന്ദിക്കില്ല. കാരണം കാലത്തെ നിന്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാലത്തിനറിയാം ലോകത്തെ എങ്ങനെയാണ് പടിപടിയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ, ആദ്യത്തെ ഗോത്ര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ മനുഷ്യനെ തിന്നാനൊന്നുമില്ല. അപ്പം പിന്നെ അന്ന് ശക്തിയുള്ളവന് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശക്തിയുള്ളവൻ എന്ത് ചെയ്യും? ശക്തിയില്ലാതെ അടുത്തൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുവന്നിട്ട് അവരെ കൊന്നിട്ട് അവരെ ഭക്ഷണമെല്ലാം തട്ടിയെടുത്തിട്ട് അവരെ സ്ത്രീകളെല്ലാം സ്വന്തമാക്കും. അവരെ കഴിവുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. എല്ലാവരെയും കൊന്നുകളയും. അങ്ങനെ അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ പോവുള്ളൂ. കാരണം അവിടെ തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. പിന്നെന്താ ചെയ്യുക? ആ കാലഘട്ടത്തിൽ അതേ പോയുള്ളൂ. അപ്പോൾ കാലം അവരോടൊപ്പം പോയി. പിന്നെ വന്നപ്പോൾ അത് ഓരോ പ്രാദേശിക ദേശങ്ങളായിരുന്നു. അപ്പം കാലത്തിന് തോന്നി ഇങ്ങനെ പോരാ, ലോകം മുഴുവൻ ഒന്നാക്കണം. ആ ശക്തിയുടെ ലക്ഷ്യം എന്താണ്? ഒരൊറ്റ ലോകം ഉണ്ടാക്കിയെടുക്കുക, സുന്ദരമായ. എല്ലാവരും ആ ഈശ്വരന്റെ മക്കളെ പോലെ. ഇപ്പൊ ഗോത്ര കാലഘട്ടത്തിൽ ഓരോ ദേശത്തിൽ കുറച്ച് ആൾ നിൽക്കുകയാണ്. അപ്പൊ ഒന്നാക്കാൻ പിന്നെ എന്തേ ഉള്ളൂ വഴി? കൊളോണിയലിസം. വിദേശികളെ കൊണ്ടുവരിക, എല്ലായിടത്തുമുള്ള ജ്ഞാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, വ്യവസായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരിക. ഇപ്പം ലോകം ഒന്നായി. പക്ഷേ ചൂഷണം അവിടെ വന്നപ്പോൾ, വിദേശികൾ ചൂഷണം ചെയ്യാൻ പോയപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം. അതിലൂടെ അതില്ല.
പിന്നെയാണ് നമ്മൾ ഈ ചൂഷണ ലോകത്തിലെ പരസ്പരം ചൂതുകളിയിലൂടെയുള്ള ലോകമായത്, കച്ചവട താല്പര്യത്തിൽ. പക്ഷെ അതിലൂടെ എന്ത് നടന്നിട്ടുണ്ട്? ശാസ്ത്രപരമായിട്ട് ലോകം അത്രയും ഉന്നതിയിലെത്തിയിട്ടുണ്ട്. എല്ലാ ജ്ഞാനവും കഴിഞ്ഞ് ശാസ്ത്രത്തിന്റെ അതിന്റെ മാക്സിമത്തിലെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ ഒരു മത്സരം കൊണ്ട്, പണം ഉണ്ടാക്കാനുള്ള ആർത്തി പിടിച്ചിട്ടുള്ള ഓട്ടം കൊണ്ട്. പുരോഗതി കാലത്തിന് വേണ്ടതാണ്, പുരോഗതി നേടണം, നല്ല തികഞ്ഞ ഒരു സുന്ദരമായ സ്വന്തം ലോകമുണ്ടാക്കണം. പക്ഷെ എന്തു പറ്റി? ഉച്ചനീചത്വങ്ങൾ, അത് ജനങ്ങളെ പരസ്പരം വേർപെടുത്തിയ ഒരു വലിയ ഈ മത്സരത്തിന്റെ ഫലമായിട്ട് അന്തരം കൂടി വന്നു. അതാണ് മഹാഭാരത യുദ്ധത്തിലൂടെ, മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ തീർക്കാൻ പോകുന്നത്. അതിൻ്റെ ശേഷം കാലമെന്ത് ചെയ്യും? അപ്പം ശാസ്ത്രപരമായി പുരോഗമിച്ചു, ലോകം മുഴുവൻ ഒന്നായി. അതേതൂട്ടെ ആഗോളവൽക്കരണത്തിലൂടെ. എന്തിനാ ആഗോളവൽക്കരണം കൊണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ആ കൊണ്ടുവന്നവരുടെ സാധനം ഇങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട്, ഇപ്പുറത്തെ അടപ്പിച്ചിട്ട് അത് കൊണ്ടുപോയി ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലൂടെ എന്ത് പറ്റിയിട്ടുണ്ട്? ലോകം ഒന്നായിട്ടുണ്ട്. അപ്പം കാലം പോകുന്നത് ശരിയായ ലക്ഷ്യത്തോടെ ലോകത്തെ ഒന്നാക്കണം. അപ്പം ലോകം ഒന്നായി. കേരളത്തിലുള്ള നമ്മളെ മക്കളെല്ലാം എവിടെയാ ഉള്ളത്? ഏതെല്ലോ നാട്ടിലാണ്. അവരുടെ ലാഭം അതാണ്. അവർക്ക് ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടി താല്പര്യം അവിടെ നിൽക്കുന്നതിനാണ്. ലോകം മാറിപ്പോയി. ഇപ്പൊ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം കേരളത്തിലാണ്. കേരളത്തിലുള്ള എവിടെയാണെങ്കിൽ വല്ല ഗൾഫിലോ വേറെ ഏതെങ്കിലും നാട്ടിലാണ്. ലോകം മാറിപ്പോയി. ലോകമേ തറവാടായിപ്പോയി. ഒരു തറവാടായിപ്പോയി. പെണ്ണ് കെട്ടുന്നത് ഓരോ നാട്ടിൽ പോയിട്ട് സായിപ്പന്മാരെയും കെട്ടുന്നുണ്ട്, മതാമ്മമാരെയും എല്ലാം കെട്ടി ജീവിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പോയി. ജാതിയും മതമൊന്നും ഇല്ല, പറച്ചലേ ഉള്ളൂ. കെട്ടുന്നത് ഏതെല്ലാമാണ്, അതെല്ലാം പോയി. അവർക്ക് അതിലാണ് താല്പര്യം. ലോകമേ തറവാടായിപ്പോയി. ജനിക്കുന്ന സമയത്ത് തന്നെ മൊബൈൽ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഏതെല്ലോ നാട്ടിലുള്ളവരുമായിട്ടാണ് സല്ലപിക്കുന്നത്. വീട്ടുകാരോട് സംസാരിക്കാൻ സമയമില്ല. അതെല്ലാം പോയി. ലോകമൊന്നായിപ്പോയി, സാമ്പത്തികപരമായിട്ടും എല്ലാവരും. പക്ഷെ ആ ഉച്ചനീചത്വം കൂടിയും പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്? ലോകമേ തറവാടാണ്. ഒരു സുന്ദരമായ ലോകമാണ് വരാൻ പോകുന്നത്. പക്ഷേ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെയാണ്. ആ ഉച്ചനീചത്വ ആ വ്യത്യാസമുണ്ടല്ലോ, അതില്ലാതാക്കണ്ടെങ്കിൽ വലിയൊരു ഏറ്റുമുട്ടൽ വരും. അതാണ് ലോകമഹായുദ്ധം, മൂന്നാം ലോകമഹായുദ്ധം. അതിൽ നിന്ന് അവശേഷിക്കുന്ന ആൾക്കാരെന്തായിരിക്കും? വളരെ കുറച്ച് പേരായിരിക്കും. പക്ഷേ അവർക്ക് പിന്നെ ജീവിക്കാൻ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവും. അവരവർക്ക് ജീവിച്ചു പോകണം. അവർക്ക് പിന്നെ ജാതിനെ പറ്റിയും ചിന്തയില്ല, മതത്തിനെ പറ്റിയും ചിന്ത. ഇപ്പം തന്നെ മതത്തിന്റെ പേരിലാണ് ശിഖണ്ഡികളായി ഏറ്റുമുട്ടുന്ന. ആരെയാണ് മുന്നിൽ പിടിച്ചിട്ടിരിക്കുന്നത്? ഈ മതങ്ങളെയാണ്. അവരാണ് തമ്മിൽ തല്ലി ഭരിക്കാൻ പോകുന്നത്. അപ്പം പിന്നെ ഇനി ആ യുദ്ധം കഴിയുമ്പോൾ മതം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ദേഷ്യം വരുന്നില്ല. മതവും വേണ്ട, നമുക്ക് ജീവിച്ചാൽ മതി, എവിടെയെങ്കിലും ആയാലും മതിയില്ല എന്ന് പറഞ്ഞ് ലോകത്തിൽ എല്ലാവരും അവരവരുടെ നാട്ടിൽ നിന്ന് കർമ്മങ്ങൾ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് പിന്നെ ഈ കച്ചവട മനസ്ഥിതിയെല്ലാം പോകും. അതെല്ലാം പോകും. ഇനി അതൊന്നും നിൽക്കില്ല. നമ്മൾ വിചാരിക്കുക ഇനി ചൈനയാണ് കച്ചവടം നടന്നത്. ഇതൊന്നും പോകാൻ പോകുന്നില്ല. ഇതെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞാൽ ചൈന പിന്നെ എവിടെയാ കൊണ്ടുപോയി വിൽക്കാൻ പോകും? അങ്ങനെയൊന്നും ഇല്ല. ഇനി ആ കച്ചവടമല്ലേ, ഈ മറ്റുള്ളവരുടെ കച്ചവടം വിറ്റിട്ട് കച്ചവടം ആ പരിപാടിയെല്ലാം പോയി. അവരവരുടെ രാജ്യത്തിന് വേണ്ടത്, അവരവരുടെ ദേശത്തിന് വേണ്ടത് അവരവർ ഉണ്ടാക്കിയെടുത്തോളുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ആ കാര്യം വിൽക്കാനൊന്നും പറ്റില്ല. ട്രംപ് താരീഫ് അടിച്ചു കൊടുക്കുന്നത് വെറുതെ ഒന്നുമല്ല. കാരണം അവന്റെ താലികട വന്ന് ഇവിടെയുള്ളവർക്ക് ജോലി വേണ്ടേ? ട്രംപിന് എന്തായാലല്ലേ ബോധ്യമായത് ഇവിടെയുള്ളവർക്ക് എങ്ങനെ ജോലി കൊടുക്കാം മറ്റവന്റെ സാധനം വാങ്ങിയിട്ട്? ട്രംപ് ടാരിഫ് അടിച്ചു കൊടുത്തു. അവിടെ വിലക്കയറ്റം എല്ലാം ഉണ്ടായിട്ടുണ്ട്. സാധനം കിട്ടാത്ത അവസ്ഥയുണ്ട്. പിന്നെ ഗത്യന്തരമില്ലാതെ പിന്നെ എന്തേ ഉള്ളൂ? അവര് തന്നെ പാടുപെട്ടിട്ട് ഉണ്ടാക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ ഓരോ രാഷ്ട്രത്തിൽ ഈ പ്രശ്നം വരും. അവരവരുണ്ടാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. അത് ഈ യുദ്ധത്തിന്റെ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട മത്സരം തന്നെയാണ് ഈ ലോകമഹായുദ്ധമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. അത് ശിഖണ്ഡികളെ മറ്റു പലരും മതത്തിന്റെ പേരിലെല്ലാം ഇട്ട് പിടിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നോക്കിയാൽ അതിലും മതമൊന്നുമില്ല. മതം എങ്ങനെയാ ഉള്ളത്? ഇറാൻ ഏറ്റവും അധികം പാര വെക്കുന്ന രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെയാണ്.
പുറത്ത് മതം എന്നെല്ലാം പറയുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള കച്ചവട താല്പര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ വേറെ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു പ്രശ്നമില്ല. ചൈനയും കച്ചവടം നടത്തുന്നു, അമേരിക്കയും കച്ചവടം നടത്തുന്നു. പിന്നെ എന്താണ്? കച്ചവടക്കാർ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിന് ഓരോ ആളെ മതങ്ങളെയെല്ലാം മുമ്പ് പിടിച്ചിട്ട് അത് പറയാതെ, അത് പുറത്ത് പറയില്ല, പുറത്ത് മതങ്ങളും മറ്റേ ഇതുമെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ മുന്നിൽ പിടിച്ചിട്ടിട്ട് കളിക്കുകയാണ്. പിന്നിൽ കളിക്കുന്ന കക്ഷികൾക്ക് പിന്നിൽ ആ കച്ചവട മത്സരം അവിടെ ഏറ്റുമുട്ടുന്നുണ്ട്. ആ മത്സരത്തിൽ ആ കച്ചവടത്തിൻ്റെ ഇനി ആ കച്ചവടം മത്സരം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു സ്റ്റേജ് വരും. എല്ലാവരും മതിയാക്കും, അവനവൻ്റെ കാര്യം നോക്കി നടക്കും. എപ്പോഴും ഈ യുദ്ധത്തിന് ശേഷം ഇതൊരു യുദ്ധത്തിലേക്ക് തന്നെ പോയി. ഇത് യുദ്ധത്തിലൂടെ അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ കച്ചവടം മതിയാക്കുക, ഈ പരസ്പരം ചൂഷണം മതിയാക്കുക, യൂണിപോളാർ വേൾഡ് എന്ന ആ സിസ്റ്റം പോവുക. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. അമേരിക്ക ഇതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സാധനങ്ങളൊന്നും ചൈനയിലൊന്നും നമുക്ക് വേണ്ട, നമ്മളെ ഉണ്ടാക്കുന്ന സ്റ്റേജിലേക്കാണ് ട്രംപ് ചിന്തിക്കുന്നത്. ഇതേ നിലയിൽ തന്നെ എല്ലാവരും നടത്തിയിരിക്കേണ്ടി വരും. പക്ഷേ അതൊരു ഏറ്റുമുട്ടലിലോട്ട്, അത് ഏറ്റുമുട്ടലിലേക്ക് തന്നെ നീങ്ങും. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ട്രംപ് വിചാരിച്ചാലും പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഏറ്റുമുട്ടലിലൂടെ അവസാനം ഒരു ഏറ്റുമുട്ടലിലൂടെ ലോകം ഒരു പുതിയ സെറ്റപ്പിലേക്ക് വന്നേ പറ്റൂ. ഇത് ഏറ്റുമുട്ടലിലേക്ക് തന്നെ പോകും. കാരണം അങ്ങനെ ഒരു സാമ്പത്തികമായ അന്തരം ഉണ്ടായിപ്പോയിട്ടുണ്ട്. ആ സിസ്റ്റം തന്നെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഫലമായിട്ട് ഏറ്റുമുട്ടലിലേക്ക് ഇപ്പോൾ പ്രശ്നം അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം തീർന്നാലും അമേരിക്കയുടെ പ്രശ്നം എന്താണ്? അവിടുത്തെ സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. എല്ലാവരുടെ സാധനം അമേരിക്ക വാങ്ങിക്കൂട്ടിയാണ്. ഇതൊക്കെ എത്ര കാലം? അതിനുള്ള പരിഹാരം എന്താ വന്നത്? അമേരിക്ക വില കുറച്ചിട്ടുണ്ടാക്കണം. അതാണ് അവിടുത്തെ വഴി. അമേരിക്ക എങ്ങനെയാണ് വില കുറച്ചുണ്ടാക്കുക? അവിടുത്തെ ശമ്പളം വെച്ചിട്ട് എങ്ങനെയാണ് വില കുറച്ചുണ്ടാക്കുക? നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? അപ്പൊ ഈ ഒരു വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെ അതിനുള്ള ഒരു ഉത്തരം ഉണ്ടാവുകയുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് എന്തു പറയുകയാണ്? ഉഷാദേവനെ നമ്മൾ നിന്ദിക്കുന്നില്ല. കാലം മുന്നോട്ടേക്ക് നമ്മൾ തോന്നുന്നു കാലത്ത് എന്തൊരു കാലമായത് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്ന ദുരിതം. ഇപ്പം അമേരിക്കക്കാരെല്ലാം എന്ത് പറയുന്നുണ്ടോ? എന്തൊരു ദുരിതമായിരുന്നു, സാധനവും ഇല്ല, താരിഫും വെച്ചുകൊണ്ട് ഇവിടെ സാധനവും വരുന്നില്ല, ഷോപ്പെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്, പണ്ട് സാധനവും വന്നില്ല. ജനങ്ങൾക്ക് തന്നെ ആക്ഷേപമായി. എന്തൊരു കാലമാണ്. കുറ്റം പറയുന്ന ആരായിരിക്കും? ഉഷാവിനെയാണ്, കാലത്തിൻ്റെ ദേവതയാണ്. അതിനെ നിന്ദിക്കേണ്ട ആവശ്യമില്ല. കാലം എന്ത് ചെയ്യും? അതിനെ സ്തുതിക്കുക. അത് എത്തേണ്ടടുത്ത് തന്നെ എത്തിക്കും. വസുദേവ കുടുംബത്തിലേക്ക്, ഒരു പുതിയ സിസ്റ്റത്തിലേക്ക്. ഞങ്ങൾ ആ അത്ഭുത ദേവനോട് ധനം യാചിക്കുന്നു. നമ്മൾ ആ ദേവനോട് എന്താണ് യാചിക്കുന്നത്? നമ്മൾ എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ, അല്ല വേദങ്ങൾ ഇന്ത്യക്കാരുടെ ആരെയും പുസ്തകമൊന്നുമല്ല, ലോകത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ധനം യാചിക്കുന്നു എന്നല്ല, ഒരു സുഭിഷ്ടമായ എല്ലാം നേടിത്തരുന്ന, എല്ലാം സുഖസൗകര്യങ്ങളുമുള്ള, എല്ലാ ജ്ഞാനമുള്ള ഒരു ലോകമാണ് നമ്മൾ നിങ്ങളോട് ആഘോഷിക്കുന്നത്. അത് ഉണ്ടാക്കിത്തരിക. അത് നാളെ ഉണ്ടാവുക തന്നെ ചെയ്യും. യൂണിപോളാർ സിസ്റ്റത്തിന് പകരം, യൂണിപോളാർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ എല്ലാവരും, ലോകത്തിനൊരു തലവ, അതിൻ്റെ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ചൂഷണ വ്യവസ്ഥയിൽ, അതിൽ നിന്നും മാറിക്കൊണ്ട് എല്ലാവരും മൾട്ടിപോളാർ, ഓരോ ആൾക്കും അവരുടേതായ വ്യക്തിത്വം നിലർത്തിക്കൊണ്ട്, ഓരോ ദേശവും അവരുടെ വ്യക്തിത്വം നിലർത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് തന്നെയാണ്
ലോകം പോകുന്നത്. അത് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു വാക്കാണ്. മൾട്ടി പോളാർ വേൾഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൾട്ടി പോളർ എന്നാൽ ഓരോ ദേശവും അവരുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ലോകം.